ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വിനായക ചതുർത്ഥിയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ സെലിബ്രേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കാണാനൊക്കെ വെച്ച് ഇറങ്ങാണ്. എവിടേക്കാണ് പോകണേന്നൊന്നും നമ്മൾ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി ഇറങ്ങാണ്. ഗൈസ്, ഇങ്ങനെയുണ്ട് എൻ്റെ ഇന്നത്തെ ലുക്ക്. ഓക്കെ, സോ നമ്മളിതിപ്പോൾ ഇറങ്ങാൻ പോകണു. അപ്പം ബാക്കിയൊക്കെ ഞാൻ പോണ വഴി കാണിച്ചു തരാം. സോ വെൽക്കം ടു ദി വ്ലോഗ്. അപ്പം ഇന്ന് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് പി ജിയിൽ കുറേ ഇങ്ങനെ ഗണപതിനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി 3-ാമത്തെ ദിവസം ഈ ഗണപതിനെ പുഴയിൽ ഒഴുക്കും. അതുകൊണ്ട് ഈ ഗണപതി മണ്ണിലുണ്ടാക്കിയതാണ്. ഈ ഒത്തിരി പേര് ചെയ്യുന്നതുകൊണ്ട് അതിങ്ങനെ കുറേ ഇങ്ങനെ അടിഞ്ഞു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മണ്ണിൻ്റെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അടുത്തുള്ളൊരു ഗണപതി ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴുതു. ഇന്ന് എല്ലാ ഷോപ്പിലും ഇങ്ങനെ ഗണപതി പൂജയൊക്കെ ഉണ്ടാവും. പിന്നെ വരണ വഴി നമ്മൾ സ്വീറ്റ് കോൺ കഴിക്കാൻ വെച്ചു. എനിക്ക് ആദ്യമൊന്നും സ്വീറ്റ് കോൺ ഇഷ്ടമല്ല ഉണ്ടായത്, പക്ഷേ ഇഷ്ടമല്ല. പക്ഷെ ഇവർ മറ്റേ ഫ്ലേവർ ആഡ് ചെയ്യുമല്ലോ. നമുക്ക് വേണമെങ്കിൽ ചാറ്റ് മസാല ഇടാം, അല്ലെങ്കിൽ നോർമൽ മസാല ഉണ്ടാവും. ഇതൊന്നും വേണ്ടാത്തവർക്ക് സോൾട്ട് കിട്ടും. അങ്ങനെ ഞാൻ ചാറ്റ് മസാലയും അച്ചു നോർമൽ സോൾട്ടിൻ്റെയാണ് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ ഒത്തിരി ചുമ്മാ ഇങ്ങനെ നടക്കുക ചെയ്തത്. ജസ്റ്റ് ഏത് ഷോപ്പിലൊന്നും കയറിയില്ല, ഇങ്ങനെ കാഴ്ചകളൊക്കെ കൊണ്ട് നടന്നു. അപ്പോൾ പിന്നെ നമ്മൾ ബർഗർ കിങ്ങിലെത്തി. അവിടെ എന്തോ ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ ബർഗർ കഴിക്കാമെന്ന് വെച്ച് ഒരു ബർഗറും ഫ്രഞ്ച് ഫ്രൈസും കോളയൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് മന്ത്രി സ്ക്വയർ മാളിക്കായിരുന്നു. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ നോക്കാമെന്ന് വെച്ച് നമ്മളിങ്ങനെ ഓരോ ലിപ്സ്റ്റിക്കായി ട്രൈ ചെയ്തു. സ്വിസ് ബ്യൂട്ടിയിൽ ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ അതെങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കുമായിരുന്നു. നമ്മളടുത്ത് ഓൾമോസ്റ്റ് ഡാർക്ക് ഷെയ്ഡൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ചൊരു ന്യൂഡ് ഷെയ്ഡ്സാണ് തപ്പിക്കൊണ്ടുണ്ടായത്. അപ്പം ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഷെയ്ഡ് കുറച്ച് ഡാർക്കായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ നമ്മൾ വാങ്ങാൻ മുന്നിൽ ഉദ്ദേശിച്ച് പോയതെന്നല്ല, ജസ്റ്റ് ഇങ്ങനെ നടന്നു. അത് മന്ത്രി സ്ക്വയർ മാളിൽ നൈറ്റ് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയതാണ്. അപ്പം നേരത്തെ എത്തിയതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒന്നിങ്ങനെ കറങ്ങി നടന്നു. പിന്നെ ഇവിടുത്തെ നമ്മളെ നാട്ടിലത്തെ പോലെയല്ല ഇവിടെ വിനായക ചതുർത്ഥി പറഞ്ഞാൽ നല്ല സെലിബ്രേഷൻ ആയിരിക്കും. 4-5 ദിവസത്തെ സെലിബ്രേഷനാണ് ശരിക്കും പറഞ്ഞാൽ. പടക്കം പൊട്ടിക്കുക, പിന്നെ ഇങ്ങനെ ഗണപതിനെ ഒരു വണ്ടിയിലിരുത്തി ഇങ്ങനെ ഘോഷയാത്ര പോലെ ഉണ്ടാവും. അങ്ങനെ കുറേ പരിപാടികളുണ്ടാവും. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ H&Mക്ക് കയറി. H&Mൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അപ്പം നമ്മളിങ്ങനെ ഈ ചെയിനിൻ്റെ സെക്ഷനിലൊക്കെ നോക്കി. നല്ല അടിപൊളി ചെയിനൊക്കെ ഉണ്ടായിരുന്നു, നല്ല അഫോർഡബിൾ റേറ്റിൽ. അപ്പം നമ്മൾ 2 പേരും ഓരോ ചെയിൻ വാങ്ങിച്ചു, പിന്നെ ഒരു ഡ്രസ്സും വാങ്ങിച്ചു. അതിൻ്റെ വീഡിയോ ചെയിനൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ശരിക്കും ഞാൻ നല്ല റേറ്റ് ആവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇതൊക്കെ അഫോർഡബിൾ റേഞ്ചിലായിരുന്നു. ഇപ്പം നമ്മൾ H&M എക്സ്പെൻസീവ് സ്റ്റോറാന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ മൈൻഡ് ചെയ്യാത്തത്, പക്ഷേ ഇത് അഫോർഡബിൾ സാധനങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രോഗ്രാമിലെടുത്ത് നടന്നു. അപ്പം ഇങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പം മ്യൂസിക്കൽ നൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരോട് പാടാൻ താല്പര്യമുണ്ടെന്നൊക്കെ ചോദിച്ച് ഒരു കൊച്ച് പാടുന്നതാണ് കണ്ടേ. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കണ വഴി ഒരു ജ്വല്ലറി ഷോപ്പിൽ കയറി. ഓണമൊക്കെ അല്ലേ വരുന്നേ, നമുക്ക് വല്ല മാലയോ വളയോ കിട്ടുമെന്നൊക്കെ നോക്കി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു. കുറേ പൂക്കച്ചവടക്കാരും ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.